പവിത്ര സീരിയലിന്റെ 24-ാമത്തെ എപ്പിസോഡാണ്. വിക്രം മാഷിനെ കൂട്ടി വിശ്വത്തിന്റെ വീട്ടിൽ നിന്ന് യാത്രയാവാട്ടോ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് എല്ലാവരോടും യാത്ര പറയണേ. വിശ്വം കരയുന്നുണ്ട് കെട്ടിപ്പിടിച്ച്. അങ്ങനെ മാഷിനോടും എല്ലാവരോടും മൗനമായിട്ട് യാത്ര പറഞ്ഞ് എല്ലാവരും തമ്മിലൊന്ന് ചേർത്ത് പിടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പൂനാണ് കൂടുതൽ സങ്കടം. വിശ്വത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കരഞ്ഞോണ്ട് അകത്തേക്ക് പോകും. ഇവരിങ്ങനെ നോക്കി നിൽക്കണേ, രണ്ടുപേരും സങ്കടത്തിലാട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദ തിരികെ നാട്ടിലേക്ക് വരികയാണേ മോളോടൊപ്പം. വേദയുടെ മുഖത്തൊട്ടും സന്തോഷമല്ല കേട്ടോ. തരുൺ ഇതിങ്ങനെ മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പുറപ്പെടുമ്പോഴേ ശ്രദ്ധിച്ചതാ. എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? വല്ല അസുഖമുണ്ടോ? അമ്മ അറിയും. ഇല്ല. എന്നെയും മോളെ അവിടേക്ക് തിരിച്ചു വരുന്നതില് വേദയ്ക്കൊരു ടെൻഷൻ, അതാണ്. അപ്പോ തരുൺ പറയും, മോളെ ഒറ്റയ്ക്കില്ലല്ലോ, അമ്മയുണ്ടല്ലോ. ചിലർ ഈ പ്രായത്തില് കുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കുന്നു എന്നിട്ടാണോ? അപ്പൊ മോള് പറയും, എനിക്കിഷ്ടം അവിടെ നിൽക്കാൻ. തരുൺ പറയും, കണ്ടില്ലേ, അത്രേ ഉള്ളൂ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു കാറ് ഒരു വീട്ടുമുറ്റത്ത് എത്തട്ടോ. മാഷും വിക്രവുമാണ് അവിടെ താമസിക്കാൻ വന്നിരിക്കുക. അങ്ങോട്ടേക്ക് ഒരു പുതിയ കഥാപാത്രം കൂടെ വരുന്നുണ്ട്. അങ്ങനെ ആ ഹൗസ് ഓണർ മോളെ വിളിച്ചിട്ട് പരിചയപ്പെടുത്തും. ഒരു മാഷും മോനും താമസിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവരാണ്. സാധനങ്ങളൊക്കെ മാഷു പറയും, അങ്ങനെയൊന്നുമില്ല, കുറച്ച് പെട്ടികളേ ഉള്ളൂ, ബാക്കി സാധനം വാങ്ങിക്കണം. അകത്തേക്കുള്ള വഴി ഏതാ? അപ്പോ ആ ചേട്ടൻ പറയും, ഒരു വീട് തന്നെയാ, 2 ഭാഗങ്ങളുണ്ടെന്നേ ഉള്ളൂ. നടുക്കത്തെ വാതിലാ ഉള്ളത്, അത് പൂട്ടിയാലേ അപ്പുറത്ത് നിങ്ങളുടെ വീടായി, ഇത് ഞങ്ങളുടെ. വിക്രം പറയും, ഞങ്ങൾ എന്നാ പുറകിലൂടെ വരാം. അപ്പൊ ആ ചേട്ടൻ പറയും, വേണ്ട, ഇതിൽ തന്നെ കയറിക്കോളൂ, വാ മാഷേ എന്ന് പറഞ്ഞ് മാഷെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുക. അങ്ങനെ അകത്ത് കയറി മാഷിങ്ങനെ നോക്കട്ടോ സ്ഥലമൊക്കെ. ഹൗസ് ഓണർ പറയും, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി, അത്യാവശ്യം ചിലതൊക്കെ ഇവിടെ ഉണ്ട്. ഈ സമയം അയാളുടെ മോള് വിക്രമിനെ എങ്ങനെ ശ്രദ്ധിക്കുക. ആ കുട്ടിക്ക് വിക്രമിനൊരു നോട്ടമുണ്ട്. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും തരുണും അവരുടെ വീട്ടിലെത്തിയിരിക്കട്ടോ. മോൾക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. നല്ല വീട്. തരുൺ ചോദിക്കും, എന്നാ നമുക്ക് ഇവിടെ കൂടിയാലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ താമസിക്കാം. മോൾ ഓടുമ്പോ, നിക്ക് മോളെ എന്ന് പറഞ്ഞ് വേദ പിന്നാലെ ചെല്ലുമ്പോ തരുൺ പറയും, നിൽക്ക് വേദ, അവൾ ഓടി കളിക്കട്ടെ, അവള് വീഴും. തരുൺ പറയും, വീണിട്ടും പൊട്ടിയിട്ടും തന്നെ എല്ലാ കുട്ടികളും വളരുന്നത്. വേദ പറയും, മറ്റുള്ള കുട്ടികളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇവൾ അങ്ങനെ വീഴണ്ട. മോളെ എന്ന് വിളിച്ചു പോകുമ്പോ തരുൺ പിന്നാലെ എന്നിട്ട് പറയും, അവളെ പോയി വിളിക്കാൻ. അമ്മേ, ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ഭേദവയ്ക്കും, എന്ത് തീരുമാനങ്ങള്? തരുൺ പറയും, അത് ഞാൻ തീരുമാനിച്ചിട്ട് അറിഞ്ഞാ പോരെ. മോളെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് തരുൺ പിന്നാലെ പോകും. ഭേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സേതുലക്ഷ്മിനെ നോക്കുമ്പോ സേതുലക്ഷ്മി ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് കയറിപ്പോവും. തരുൺ ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാട്ടോ. വേദ ദേഷ്യത്തിൽ നോക്കി ആ സേതുലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, അമ്മ എന്തൊന്നും മിണ്ടാതെ പോന്നത്? ഞാൻ എന്ത് മിണ്ടാനേ മോളെ? അമ്മേ, എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്നായോ അമ്മേ? അമ്മേ, അത് എന്റെ മകളാ, എന്റെ മാത്രം മകള്. അമ്മ പറയും, ബയോളജിക്കലി നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് ആ കുഞ്ഞിനോട് തരുണ് അവളുടെ അച്ഛനല്ലെന്ന് പറയാൻ പറ്റുമോ? അവൾ അത് അംഗീകരിക്കും തോന്നുന്നുണ്ടോ? തരുൺ അത് എങ്ങനെ എടുക്കാന്ന് ആലോചിച്ചിട്ടുണ്ടോ? വേദയ്ക്കും, അപ്പൊ ഇനി എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്ക് മറ്റുള്ളവര് പറയുന്നത് അനുസരിക്കേ നിവൃത്തിയുള്ളൂ, അതാണോ അമ്മ പറഞ്ഞത്? സേതു പറയും, നീ ഇപ്പൊ കാര്യങ്ങൾ കാണുന്നത് എന്റെയും നിന്റെയും എന്ന നിലയിലാണ്. ചിലപ്പോ തരുണിന്റെ തീരുമാനങ്ങൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് അതുകൊണ്ടും കൂടിയാണെങ്കിലോ. ഞാൻ നിന്നോട് അവൻ പറയുന്നതെല്ലാം ശരിവെച്ച് കൊടുക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ഇക്കാര്യത്തിൽ അവൻ ചെയ്തത് മുമ്പൊരിക്കൽ നീ ചെയ്ത അതേ ശരിയല്ലേ മോളെ? വേദയ്ക്ക് മനസ്സിലാവുന്നില്ല. സേതുലക്ഷ്മി പറയും, രാധികയും കുഞ്ഞും ഇല്ലാതായപ്പോ ഗൗരിയെ നീ എന്നെ ഏൽപ്പിച്ചത് തരുണിനോടുള്ള സഹാനുഭൂതി കൊണ്ടല്ലല്ലോ. അന്ന് നിന്റെ പുറകെയായിരുന്നു ശത്രുക്കൾ. അന്ന് മോളെ രക്ഷിക്കാൻ നീ എന്തും ചെയ്യുന്നുള്ള നിലയിലായിരുന്നു. ഇപ്പൊ തരുൺ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അവനോട് ശത്രുതയുള്ളവരുടെ കയ്യിൽ നിന്നും ഗൗരി മോളെ രക്ഷിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് അവന് തോന്നുന്നുണ്ടെങ്കിലോ? ഒരിക്കൽ നീ ചെയ്ത് ശരി തന്നെയല്ലേ അവനിപ്പോ ചെയ്യുന്നത്? വേദമെല്ലാം കേട്ടിട്ട് പറയും, അമ്മയുടെ ആർഗ്യുമെന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അമ്മ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങള്. തമിഴ്നാട്ടിലേക്ക് പോണെന്ന് ദില്ലിയിൽ വെച്ച് പറഞ്ഞപ്പോ ഞാൻ എതിർത്തോ? ഇല്ലല്ലോ. ഇതങ്ങനെയല്ല, ഇത് തിരുവനന്തപുരമാണ്, ഗൗരിയുടെ അച്ഛന്റെ നാട്. വിക്രം ഇപ്പൊ പുറത്തുണ്ട്. ഉറപ്പായിട്ടും എന്റെ ആങ്ങള ശ്രീകാന്ത് വിക്രമിനെ കാര്യങ്ങൾ അറിയിക്കും. ഞാൻ ഗർഭിണിയായിരുന്നെന്നും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വിക്രം അന്വേഷിക്കാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? സേതുലക്ഷ്മി ചിരിക്കുമ്പോ വേദയ്ക്കും, അമ്മ എന്താ ചിരിച്ചത്? മോളെ, മക്കളെ കുറിച്ചുള്ള ആദിയിലെ എല്ലാ അമ്മമാരും ഇങ്ങനെയാ, എല്ലാ അമ്മമാരും. ഇനി എത്ര വലിയ കളക്ടർ ആണെങ്കിലും ആരന്വേഷിച്ചാലും ആശുപത്രി രേഖകളിൽ ഇവൾ തരുണിന്റെയും രാധികയുടെയും കുഞ്ഞല്ലേ. നിന്റെ സഹോദരനോ വിക്രമോ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. പലർക്കും ചോദിക്കാനുണ്ടാവുക, നീ എന്തിനീ വീട്ടിൽ ഈ കുഞ്ഞിന്റെ വളർത്തമ്മയായി വന്നു എന്നല്ലേ ചോദിക്കാനുണ്ടാവുക. അതിനുള്ളൊരു ഉത്തരം കണ്ടെത്തിയാ പോരെ നമ്മൾ? അപ്പൊ ജീവിതകാലം മുഴുവനും ഞാൻ ഗൗരിയുടെ വളർത്തമ്മയായി കഴിയണോ? സേതുലക്ഷ്മി പറയും, അങ്ങനെയാണോ മോളെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്? രാധികയുടെ എല്ലാ ഓർമ്മകളും ഒരു കുഞ്ഞു ഫോട്ടോ പോലും തരുണെടുത്ത് കളഞ്ഞത് അമ്മ എന്ന നിന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനല്ലേ? അത് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിനക്ക് വേണ്ടിയല്ലേ വേദ? നീ കൂടുതൽ ചിന്തിച്ച് കാര്യം കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. രേഖകളിൽ എന്താണെങ്കിലും ഗൗരി നിന്റെ കുഞ്ഞാണ്. ആ സത്യം അവളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാലം അത്രയും
ഇതെല്ലാം നമ്മൾ സഹിച്ചേ പറ്റുമോളെ. സ്വന്തം അല്ലാത്ത ചോരയ്ക്ക് വേണ്ടി എന്റെ കുഞ്ഞെ ജീവിതം ഹോമിച്ച് വെക്കുന്നില്ലേ? അതെങ്കിലും എല്ലാം അറിയാവുന്ന നമ്മൾ മനസ്സിലാക്കണ്ടേ മോളെ? എല്ലാം ശരിയാവും, സമയം അത് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി അവിടുന്ന് പോകും. വേദ വല്ലാത്തൊരവസ്ഥയില് അവിടെ നിന്ന് ഇങ്ങനെ സങ്കടത്തിൽ കരയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇപ്പോൾ പുതിയ വീട്ടിലാണല്ലോ, അവിടെ കുക്ക് ചെയ്യാട്ടോ. ഈ സമയം ആ വീട്ടിലെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, വാതിൽ തട്ടിയിട്ട് ജനവാതിൽ തുറന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ, ഈ ഡോറും തുറക്കോ. അങ്ങനെ വിക്രം വാതിലൊക്കെ തുറന്നു കൊടുക്കും. അടുക്കള പണിയിലായിരുന്നോ? വിക്രം പറയും അതെ, ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കായിരുന്നു. പാത്രങ്ങളോ മറ്റോ വേണോ? വിക്രം പറയും വേണ്ട, ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യത്തിന്, ബാക്കിയുള്ളത് പുറത്തു പോയി വാങ്ങിച്ചോളാം. ഇത് പിടിച്ചോ. എന്താ ഇത്? അപ്പൊ അവള് പറയും കുറച്ച് കടലക്കറിയാ, ഉപ്പുമാവിന്റെ കൂടെ നല്ലതാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആ കുട്ടി പറയും എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഇന്ന് ഇങ്ങോട്ട് വന്നു കയറിയ ദിവസല്ലേ അതുകൊണ്ടാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിക്കും. ഞാൻ ആത്മജ, ആമീന്ന് വിളിക്കും വിക്രം. അങ്ങനെ അവർ കൈ കൊടുത്ത് പരിചയപ്പെടുമ്പോ ആത്മജ പറയും എനിക്ക് നിങ്ങളെ മുമ്പേ അറിയാം, ഭയങ്കര ഫേമസ് അല്ലേ. വിക്രം തല താഴ്ത്തു. അയ്യോ, മോശ അർത്ഥത്തിലല്ല, അല്ല ചെയ്യാത്ത കുറ്റത്തിന് 4-5 വർഷം കിടന്നതല്ലേ, അതിന്റെ ഒരു സെന്റിമെന്റൽ ഭാഗം ഉണ്ടല്ലോ, അതിലെ ആ അർത്ഥത്തിലാ പറഞ്ഞത്. ഈ ഓൺലൈൻ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എല്ലാം ന്യൂസ് അല്ലേ, സോറി ട്ടോ, സങ്കടം വരുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതല്ല. വിക്രം പറയും എന്റെ ജീവിതം അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടി, എല്ലാം തിരിച്ചറിയും, അതിനെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ആമി അറിയും ഞാൻ ഡാർക്കാക്കിയല്ലേ. വിക്രം പറയും എന്ന് ചോദിച്ചാൽ കുറച്ച്. അപ്പൊ ആത്മജ പറയും തുറന്നു പറഞ്ഞതിൽ നന്ദി, ഇനി ശ്രദ്ധിച്ചോളാം. അപ്പോഴേക്കും ഒരു ഓട്ടോ വരും. മാഷി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിരിക്കുക, ഹൗസ് ഓണർ ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ വിക്രമും മാഷും അങ്ങേരും കൂടെ എല്ലാം അടുത്തേക്ക് എടുത്തു വെക്കുക. നീയാണോ ഈ വാതിൽ തുറന്നേ? ആ അതെ. അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ പറയും ഇതിങ്ങനെ തുറന്നിട്ടാ അവർക്കൊരു പ്രൈവസി വേണ്ടേ. വിക്രം പറയും അടച്ചിട്ടതായിരുന്നോ, ഇപ്പൊ ഈ കുട്ടി എന്തോ കറി തരാൻ വേണ്ടി വിളിച്ചതാ, അതാ ഞാൻ തുറന്നത്. അപ്പൊ തന്നെ ആത്മജ പറയും കുട്ടിയല്ല ആത്മജ, വേണമെങ്കിൽ ആമയെന്ന് വിളിച്ചോ. പിന്നെ പ്രൈവസി, അച്ഛനെ മാഷക്കുട്ടി ഇങ്ങോട്ടല്ലേ കയറി വന്നത്, അപ്പൊ നമ്മുടെ പ്രൈവസിയും പോയില്ലേ. മാഷ് പറയും അത് ശരിയാ, ഇനി അപ്പുറത്തൂടെ ആവാൻ വരവും പോക്കും. അയ്യോ അങ്ങനെ സീരിയസ് ആക്കല്ലേ മാഷേ. അവൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ആത്മജ പറയും അതെ, വർഷത്തിൽ 4-5 മാസം അല്ലേ അച്ഛാ. അവർക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ ഈ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ചെടി കേട്ടിട്ടുണ്ടോ? ചില മാസത്തെ 6 മാസത്തെ ചെടി എന്നൊക്കെ പറയും. അതിന്റെ പ്രത്യേകത അറിയോ? ഓണത്തിന് തൊട്ട് മുമ്പ് ഉണ്ടായാലേ ഒരു ഡിസംബർ വരെ വിടർന്നങ്ങ് നിൽക്കും, പിന്നെ ഒരു കൊഴിച്ചില, 6 മാസത്തേക്ക് ഒരനക്കവും കാണില്ല. സെയിം സൈക്കിൾ എനിക്കും. തിരിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഓണം എന്ന് കട്ടപ്പോക അല്ലേ അച്ഛാ. അങ്ങോട്ട് മുഖം പാടുന്നുണ്ട്. വിക്രമിനും മാഷിനും ഒന്നും മനസ്സിലായില്ല. ദാ അപ്പൊ കടലക്കറി കൂട്ടി നിങ്ങൾ ഉപ്പുമാവ് കഴിക്കി, എനിക്ക് കുറച്ച പണിയുണ്ടെന്ന് പറഞ്ഞ ആത്മജ അവിടെ നിന്ന് പോകും. മാഷ് പറയും സത്യം പറഞ്ഞ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, മോളെന്താ പറഞ്ഞിട്ട് പോയത്? ഹൗസ് ഓണർ പറയും ഒന്നുമില്ല മാഷെ, അവളൊരു പൊട്ടിപ്പെണ്ണ, അങ്ങനെ കണ്ടാ മതി, സാധനങ്ങൾ അകത്തേക്ക് വെച്ചോളൂ, ഞാന് ഈ കഥക്ക് ചാരാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. മാഷു വിക്രമിനോട് വയ്ക്കും നിനക്ക് ആ കുട്ടി പറഞ്ഞത് മനസ്സിലായോ? വിക്രം പറയും ഞാനും ആ കുട്ടിയെ എപ്പോഴല്ലേ കാണുന്നത്. മാഷു പറയും ഒരു സാധാരണ കുട്ടിയുടെ സംസാരം പോലെയല്ല തോന്നിയത്. വിക്രം പറയും അതെന്തേലും ആവട്ടെ, അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ ഈ വാക്കറും കുത്തിപ്പിടിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണ്ട കേട്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. മാഷി ചിരിച്ചിട്ട് പറയും ഇതിപ്പോ എന്റെ ഒരു ശരീരം പോലെ ആയി, ഇത് വെച്ച് നടക്കുമ്പോ പണ്ടത്തെക്കാളും ആരോഗ്യമുള്ള പോലെ തോന്നുന്നത്, മതി മതി വാ എന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് അവരകത്തേക്ക് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ റൂമിലിരുന്ന് എന്തോ സങ്കടത്തിൽ ആലോചിക്കുക. ശേഷം അടുക്കളയ്ക്ക് ചെല്ലും. അവിടത്തെ സെർവന്റിനെ മാറ്റിയിട്ട് അമ്മയോട് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറയൂട്ടോ. എന്താ മോളെ? വേദ പറയും നാളെ ഞാൻ മോളെ കൂട്ടി ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ട്? വേദ പറയും അതിപ്പോ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാ? വേദ പറയും പേടിക്കണ്ട, കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോകുന്നില്ല. നീ എന്തൊക്കെയാ മോളെ സംസാരിക്കുന്നത്? വേദ പറയും ഇന്നലെ അമ്മയുടെ സംസാരവും അങ്ങനെ ആയിരുന്നല്ലോ. സേതുലക്ഷ്മിക്കും ഞാൻ എന്ത് പറഞ്ഞെന്നാ? അമ്മയൊന്നും പറഞ്ഞില്ല, പറയേണ്ടത് എന്താണെന്ന് വെച്ചാ വ്യക്തമായി എന്നെ അറിയിച്ചു. അമ്മ പറയും നീ എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് പുണ്ണാക്ക. വേദ പറയും അല്ലമ്മേ, ഞാൻ വ്യക്തമായി ആലോചിച്ച് തന്നെയാ പറയുന്നത്. അമ്മ ഇന്നലെ പറഞ്ഞത് രാത്രി മുഴുവൻ കിടന്ന് ഞാൻ ആലോചിച്ചു. രേഖകൾ പ്രകാരം എനിക്ക് എന്റെ മോളുടെ പേരില് ഒരു അവകാശവും ഇല്ല. സ്വന്തം കുഞ്ഞിന്റെ വളർത്തമ്മയായി ജീവിക്കേണ്ടി വന്നവളാണ് ഞാൻ. അപ്പൊ സേതുലക്ഷ്മി പറയും അത് നിന്റെ ഉള്ളിലെ കോംപ്ലക്സാ, ഗൗരിയുടെ മനസ്സിൽ അത് അങ്ങനെയല്ല. വേദ പറയും അവൾ ഇപ്പോഴാ ചെറിയ കുട്ടി, 4-5 വർഷം കഴിഞ്ഞ ഔദ്യോഗിക രേഖകൾ എന്തെന്ന് വെച്ചാ എന്താണെന്നും അച്ഛന്റെയും അമ്മയുടെയും കുളത്തിൽ താൻ പൂരിപ്പിക്കുന്നത് ആരുടെയൊക്കെ പേരുകളാണ് എന്ന് അവൾക്ക് മനസ്സിലാകും. സേതുലക്ഷ്മി പറയും ആ സമയത്ത് അവളോട് വ്യക്തമായി സംസാരിക്കാന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. വേദ പറയും ആ സമയത്ത് തരുൺ എങ്ങനെ പ്രതികരിക്കുന്നുള്ളതില് അമ്മയ്ക്ക് വേവലാതി ഉണ്ടാവില്ലെന്നാണോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തരുൺ ഉൾക്കൊള്ളുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അമ്മ പറയും നീ ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാ തൽക്കാലം ഒരു വിഷയമില്ലാതെ പോകുന്നതല്ലേ നല്ലത് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്രത്യേകിച്ചും അവള് കുഞ്ഞല്ലേ മോളെ. വേദ പറയും അതെ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അമ്മ എന്നുള്ള നില എനിക്കും അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാ കുഞ്ഞിനെ കൂട്ടി ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞത്. സേതുലക്ഷ്മി അറിയും അതിനായിട്ട് ഞാനൊരു എതിർപ്പും പറഞ്ഞിട്ടില്ലല്ലോ കുട്ടി, സാധാരണ നീ മോളുമായി പോവാറുള്ളതല്ലേ, പക്ഷെ ഇന്നത് എടുത്തു പറഞ്ഞപ്പോ എങ്ങോട്ടാണെന്ന് ചോദിച്ചു എന്ന് മാത്രം. അവൻ ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ? വേദ പറയും അറിയില്ലെന്നങ്ങ് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോകും.
അവർ വേഗം പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്